ഗൗരിയുടെ കല്യാണത്തിന് പോയി കോസ്റ്റ്യൂം എല്ലാവർക്കും കൂടി കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി. രാവിലെ തന്നെ അമ്പലത്തിൽ വന്നപ്പോൾ കല്യാണപ്പെണ്ണ് ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. പിന്നെ ഞാനും അമ്മവും കല്യാണപ്പെണ്ണിൻ്റെ കൂടെ അവിടെ തന്നെ നിന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഒരു റീൽസ് എടുക്കാൻ പോയി. ഈ കോസ്റ്റ്യൂം ഇനി ഒരു വട്ടം ഇടത്തില്ലല്ലോ. ഗൗരിയുടെ കൂടെ കുറേ ഫോട്ടോയും എടുത്തതിന് ശേഷം കുറേ നേരം കഴിഞ്ഞപ്പോൾ താലികെട്ടിൻ്റെ സമയമായി. അങ്ങനെ ഞങ്ങളുടെ ഗൗരിയും ഒരു ഭാര്യയായി. അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാമൻ്റെ അങ്ങ് പോകുമ്പോൾ എപ്പോഴും ഓടി വരുന്ന ആ ഗൗരിയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ ഇന്ന് അവളൊരു ഭാര്യയായ കാര്യം എനിക്ക് ഓർമ്മയിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നല്ലൊരു ലൈഫ് അവൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എന്നോട് വന്നപ്പോൾ ചോദിച്ചത് വ്ളോഗ് എടുക്കുന്നില്ലേ എന്നാണ്. ആദ്യം കളിയാക്കിയവരെല്ലാം ഇപ്പോൾ നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഓരോരുത്തരായി എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്താ വ്ളോഗ് എടുക്കുന്നില്ലേന്ന്. ഇത് നമ്മുടെ സുന്ദരണ്ണനാണ്, അത് പൊന്നു, അരുണണ്ണൻ, അനുവണ്ണൻ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, ആദിശ ചേച്ചിയും എല്ലാവരും. പിന്നെ ഞങ്ങൾ സദ്യ നടക്കുന്നിടത്ത് ഇഗുവിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടി അവനെ പിടിക്കാൻ ഇവിടുന്ന് ഓട്ടമായി. എവിടുന്ന് അവൻ നിൽക്കുന്നോ അതുമില്ല. ചെന്നെടുത്താലോ താഴെ ഒറ്റ കിടപ്പയാ. പിന്നെ ഞാൻ എടുക്കാനും പോയില്ല. പിന്നെ എന്തൊക്കെയോ കാട്ടി അവൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു ഞാൻ. ഇതെല്ലാം എൻ്റെ അപ്പന്മാരാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഗൗരിയും പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്നു. പിന്നെ അവിടെയും കുറേ വീഡിയോ എടുത്തു. ഇതെൻ്റെ നാത്തൂനാണ്, എൻ്റെ മാമൻ്റെ മോൻ്റെ ഭാര്യ. പിന്നെ ഞങ്ങളെല്ലാവരും വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ നല്ല വാതിലിന് പോകാൻ വേണ്ടി എല്ലാവരും വന്നു. 3 ബസ് വിളിച്ചെങ്കിലും സ്ഥലം കഴിഞ്ഞില്ല. വീണ്ടും ഒരു ബസ് കൂടി വിളിക്കേണ്ടി വന്നു. നമ്മൾ നല്ല വാതിലിന് പോകാൻ പോവുകയാണ്. നമ്മളിവിടെ മാളൂട്ടിയുണ്ട്, നല്ല വാതിലിന് പോയപ്പോൾ പാട്ടിട്ടപ്പോൾ എല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ മാളൂട്ടി എടുത്ത് പറഞ്ഞു, ഗൗരി എന്താ വിളിക്കാത്ത, നമുക്ക് ഡാൻസ് കളിക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, നമ്മൾ ഗൗരിയുടെ നല്ല വാതിലിനാണ് പോകുന്നതെന്ന്. അപ്പോഴേ എൻ്റെ ബോധം നേരെ വീണത്. ശരിയാണല്ലോ, ഞങ്ങൾ ഗൗരിയുടെ നല്ല വാതിലിന് തന്നെയാണ് പോകുന്നത്. എല്ലാവരും ഗൗരിയെ നന്നായി വിസിറ്റ് ചെയ്തു. തേവലക്കരയിൽ ഏതൊരു കാര്യം ഉണ്ടായാലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാനിൽ നിന്നായിരുന്നു പോയത്. അവിടെ ചെന്നപ്പോൾ ഗൗരി അഖിലേട്ടനും നല്ല സുന്ദരിയുമായി നിൽക്കുന്നുണ്ട്. പ്രധാന അട്രാക്ഷൻ അവിടുത്തെ ഒരു ബോർഡായിരുന്നു. ആ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ജിമ്മൻ അഖിലേട്ടൻ. പിന്നെ ഞങ്ങൾ വീടെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. നല്ലൊരു വീടാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന അവസാനത്തെ ഒരു ആഘോഷമായിരുന്നു ഗൗരിയുടെ കല്യാണം. ഇനിയൊരു കല്യാണം വരണമെങ്കിൽ വർഷങ്ങൾ കഴിയണം. അതാണ് ഞങ്ങളുടെ ഏക വിഷമവും. കണ്ണിന് കണ്ണിൻ മണിയാ തിങ്കള് തോൽക്കും കനിയാണി, ഞങ്ങളുടെ പൊന്നിൻ കുടമാ നിങ്ങളുടെ കയ്യിൽ തരുവാണ്. ഈ വീഡിയോ പുറത്തിറങ്ങിയ മിക്കവാറും ആദ്യം എന്നെ കൊല്ലും. ആദ്യം മോങ്കുട്ടൻ ചച്ചു എല്ലാം ഫുഡ് കഴിക്കുന്ന കുറേ വീഡിയോസ് എനിക്ക് കിട്ടി. നമുക്ക് വീഡിയോസ് കിട്ടിയാൽ ആഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് നമ്മൾ ഗൗരിയോടെല്ലാം യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ പലരും പല ബസ്സിനകത്താണ് കയറിയത്, സ്ഥലമില്ലാത്തത് കൊണ്ടേ. പിന്നെ ഞങ്ങൾ ഉള്ള ബസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഡാൻസ് കളിച്ച് പോയി. പിന്നെ എല്ലാവരും വീട്ടിൽ ചെന്നപ്പോൾ 12 മണിയായി. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ രാത്രിയായപ്പോൾ എല്ലാവരും ബൈ ബൈ പറഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. നാളെ ഇനിയും തിരികെ ഇവിടത്തേക്ക് തന്നെ വരേണ്ടതാണ്. എനിക്കാണെങ്കിൽ പനിയുമായി സൗണ്ടും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇത്രയും താമസിച്ചത് ഗൈസ്. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.